ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്താ എല്ലാവരും വർത്താനം, സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞാനിവിടെ അടിപൊളിയായിട്ട് പോകുന്നു. അപ്പോൾ നമുക്കിന്നൊരു ബ്രൗണി ഉണ്ടാക്കിയാലോ? കേക്ക് ഐറ്റംസിൽ എൻ്റെ ഫേവറേറ്റ് ബ്രൗണിയാണ് കേട്ടോ. കാരണം ഇത് ഉണ്ടാക്കാൻ കുറച്ചുകൂടി നമ്മൾ നോർമൽ കേക്കിനേക്കാൾ എളുപ്പമാണ്, ടേസ്റ്റും കൂടുതലാണ്. പിന്നെ ഇൻഗ്രീഡിയൻസിൽ കുറച്ച് മാറ്റം ഉണ്ടെന്നുള്ളൂ. സംഭവം ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാൻ. ടേസ്റ്റ് ആണെങ്കിലോ അടിപൊളിയാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് ഐസ്ക്രീമോ അല്ലെങ്കിൽ മെൽറ്റ് ചോക്ലേറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളി. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയാലോ? അപ്പം ഞാൻ ആദ്യം ഒരു 200 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്കൊരു 100 ഗ്രാം ബട്ടർ എടുത്തിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ജസ്റ്റ് അവളിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ടും ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ചോക്ലേറ്റും ബട്ടറൊക്കെ കുറച്ച് നേരത്തെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതൊന്ന് മെൽറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മാറ്റിയേക്കാം. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ പുതിയ വീട്ടിലേക്ക് ഷിഫ്റ്റ് ആവുന്നതിന് മുന്നേ ഞാൻ നല്ല അടിപൊളിയായിട്ട് ബ്രൗണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, വിത്തൗട്ട് ഓവണിൽ. പക്ഷേ എനിക്ക് ഈ ഒരു ഓവൺ ഗിഫ്റ്റായിട്ട് കിട്ടിയ സമയത്ത് എനിക്ക് ഈ ഒരു ബ്രൗണി ഉണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം നമ്മൾ ഓവൺ ഇല്ലാതെ ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു ബ്രൗണീൻ്റെ മുകളിൽ ആ ഒരു ലെയർ ഉണ്ടല്ലോ, ബ്രൗണിൻ്റെ മുകളിൽ ആ ഒരു ലെയർ, അത് അവളിൽ ഉണ്ടാക്കുന്നത് പോലെ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടലില്ല. പക്ഷേ ടേസ്റ്റൊക്കെ സെയിം ആയിരിക്കും. ആ ഒരു ടെക്സ്ചർ അത്ര പെർഫെക്റ്റ് ആയിട്ട്, മുകളിലുള്ള ടെക്സ്ചർ കേട്ടോ, അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടലില്ലേനും. പക്ഷെ ഞാൻ പൂതി വെച്ച് അവളിൽ ഇത് ഉണ്ടാക്കിയ സമയത്ത് 2 തവണ ഇത് ഫെയിലായി പോയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നാലാമത്തെ പ്രാവശ്യമായിട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഫസ്റ്റത്തെ 2 തവണയും ഇത് ഫെയിലായിപ്പോയി. 3-ാമത്തെ തവണ ഉണ്ടാക്കിയപ്പോൾ സക്സസ് ആയി. പിന്നെ 4-ാമത്തെ തവണ കേട്ടോ ഞാനൊരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് ധൈര്യമായിട്ട് ട്രൈ ആക്കാൻ പറ്റും. കാരണം ഇത് പെർഫെക്റ്റ് ബ്രൗണീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പിന്നെ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവൻ വേണമെന്ന് ഒരു നിർബന്ധമില്ല. നോർമൽ പാനിൽ വെച്ചിട്ടായാലും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ടേസ്റ്റൊക്കെ സെയിം തന്നെ ആയിരിക്കും. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ചോക്ലേറ്റും ബട്ടറും പാടി മെൽറ്റ് ചെയ്തിട്ട് അത് മിക്സ് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് വേറൊരു പാനിലേക്ക് 1/2 കപ്പ് നല്ല പൊടിച്ച പഞ്ചസാരയും 1/2 കപ്പ് ബ്രൗൺ ഷുഗറും കൂടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 എഗ്ഗ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണമെങ്കിൽ ഞാൻ താഴെ ഒന്ന് മെൻഷൻ ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ക്രീമി തിക്ക് കൺസിസ്റ്റൻസി ആവണമെന്നൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ബ്രൗണി ഉണ്ടാക്കാൻ കുറച്ച് എക്സ്പെൻസീവാണ് കേട്ടോ. കാരണം 100 ഗ്രാം ബട്ടറും 200 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ വരുമ്പോൾ കുറച്ച് എക്സ്പെൻസീവാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും എത്രയോ ഈസി ആൻഡ് അത്രയും എന്താ പറയുക, അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്കത് വീട്ടിലുണ്ടാക്കാൻ പറ്റും കേട്ടോ. പുറത്തുനിന്ന് ഒരു പീസിനൊക്കെ 80-100 റുപ്പീസൊക്കെയാണ് ഒരു പീസിന് ചാർജ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡ് കഴിഞ്ഞ തവണ നാട്ടിലുള്ള സമയത്ത് നമ്മളെ കോഴിക്കോട് ബൺ ക്ലബ്ബ് ഉണ്ടല്ലോ, അവിടുന്ന് ബ്രൗണി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പൂതിയായിട്ട് അവിടുന്ന് ബ്രൗണി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു പീസിന് പെർ പീസ് 200 അങ്ങനെ എന്തോ അറ്റേനു അവർ ചാർജ് ചെയ്തത്. എനിക്ക് കറക്റ്റ് എമൗണ്ട് ഓർമ്മയില്ല കേട്ടോ. ഏകദേശം 100+ ആണ് എന്തായാലും ഒരു പീസിന് ചാർജ് ചെയ്തത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഭയങ്കര സിമ്പിളായിട്ടും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു കേക്ക്. ഇനിയിപ്പോൾ ഈ ഒരു എഗ്ഗിൻ്റെ മിക്സും പിന്നെ ഈ ഒരു ചോക്ലേറ്റിൻ്റെ മിക്സും കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരുമിച്ച് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാനിവിടെ ഒരു 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് കൊക്കോ പൗഡറും പിന്നെ 1 ടീസ്പൂണ് കോഫി പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ ഭയങ്കര സ്ലോ ആയിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ നോർമൽ കേക്കിനെ പോലെ അങ്ങനെ സ്ലോലി നോക്കി മിക്സ് ചെയ്യണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് എല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് ബേക്കിംഗ് സോഡൻ്റെ ബേക്കിംഗ് പൗഡറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ ആ ബ്രൗണിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ബേക്ക് ചെയ്യുന്ന ഒരു ട്രേയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ട്രേൻ്റെ അടിയിൽ ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് കേട്ടോ. ബട്ടർ പേപ്പർ വെച്ച് ചെയ്യുന്നതാണ് ഒന്നുകൂടി സേഫ്. അതാകുമ്പോൾ നമുക്ക് അതെടുത്ത് കട്ട് ചെയ്യാനും ഒക്കെ ഒന്നുകൂടി സേഫ് ആയിരിക്കും കേട്ടോ. പാനിനൊന്ന് വിട്ട് വരാനും, കാരണം നോർമൽ കേക്കിനേക്കാളും ഇത് പാനിൽ ഒന്നുകൂടി സ്റ്റിക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ബട്ടർ പേപ്പർ വെച്ചിട്ട് ചെയ്യാൻ നോക്കുക. അതാകുമ്പോൾ ഒന്നുകൂടി പാനിൽ ഇങ്ങനെ എടുക്കാൻ സുഖമായിരിക്കും. ഇതിപ്പോൾ 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്കാട്ടോ ഞാൻ വെക്കുന്നത്. എന്നിട്ട് 180 ഡിഗ്രിയിൽ തന്നെ ഒരു 30 മിനിറ്റ്സ് കുക്ക് ചെയ്താൽ മതി. 30 to 35 മിനിറ്റ്സ് വരെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴേക്കും സാധനം റെഡി ആവും കേട്ടോ. ഇനി വേണമെങ്കിൽ ഈ മിക്സിൻ്റെ മുകളിൽ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും പാടെ ഇട്ട് കൊടുത്തിട്ട് വെക്കട്ടോ. അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി നല്ല ചോക്ലേറ്റി ആവും. അപ്പോൾ ആ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഞാൻ ഈ ഒരു ലെയറാണ് കേട്ടോ പറഞ്ഞത്. ഈ ഒരു ലെയർ ഇതേപോലെ നമ്മൾ നോർമൽ പാനിൽ വെച്ചാൽ വരില്ല. ഓവനിൽ വെച്ച് ചെയ്താൽ തന്നെ ഈ ഒരു ലെയർ ഫസ്റ്റ് ഈ മുകളിൽ കാണുന്ന ഒരു ലെയർ ഉണ്ടല്ലോ അതങ്ങനെ വരുള്ളൂ. പക്ഷേ താഴത്തതൊക്കെ ആ ഒരു ക്രീമി ഫഡ്ജി അതൊക്കെ അതേപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ, നമ്മൾ ഓവനിലല്ലാതെ പാനിൽ വെച്ചാലും. ഇനിയിപ്പോൾ നമുക്ക് ആർക്കും തീരെ ക്ഷമയില്ല. അതേ ചൂടോടുകൂടി തന്നെ വേഗം കട്ട് ചെയ്തിട്ട് കഴിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നിങ്ങളിവിടെ കൈകളൊക്കെ കണ്ടില്ലേ, ഇത് കഴിക്കാനുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ 3 ആൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സാധനം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക്